ഫാമിലി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഇവൾക്ക് ഗുരുവായൂരിൽ ചോറ് കൊടുക്കാൻ വന്നിരിക്കണം. ഏട്ടൻ്റെ അനിയന്റെ കുട്ടാണ്. കുടുവിന് എല്ലാവർക്കും അറിയില്ല. കുടുവിന്റെ അനിയത്തിക്കാണിത്. കുഞ്ഞിപ്പന്നെ നോക്ക് ആത്മിക എന്നാണ് പേര്. നമ്മൾ ചോറ് കൊടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. എന്തായാലും അതിനകത്ത് പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം അതാണ് നമ്മൾ ഇവിടുന്ന് വീഡിയോ എടുത്തിട്ട് ഫോൺ എടുത്ത് വെക്കണമല്ലോ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് വീഡിയോ എടുക്കുന്നത്. നമ്മുടെ സ്വന്തം നാട് നമുക്ക് എല്ലാവർക്കും ഒരു വികാരം തന്നെയാണല്ലേ. ഇതാണ് എൻ്റെ വീട്. കൊല്ലങ്കോട്ടിലെ ഒരു ഉൾഗ്രാമത്താണ് എൻ്റെ വീട്. അതും തനി നാട്ടിൻപുറമാണ്. കണ്ടില്ലേ, ഇപ്പോഴും വേലി കെട്ടി ഓടിട്ട വീടുകളാണ് ഉള്ളത്. ഞങ്ങളുടെ നാട്ടിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഈ കാണുന്ന വീടുകളിലെല്ലാം ഇസ്ലാം മതക്കാരും ഹിന്ദുക്കളും ഇടകലർന്നാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഒരു മതമില്ല. അതുപോലെ ഓണം ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ പെരുന്നാളും ഞങ്ങൾ ആഘോഷിക്കും. ഞങ്ങൾക്ക് ജാതിയും മതമോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഒരു സ്നേഹമുള്ളൊരു നാടാണ് ഞങ്ങളുടെ. ഞാനിപ്പോൾ പോകുന്നത് എവിടേക്കാണെന്നറിയോ? ഞാൻ മാത്രമല്ല, ഏട്ടനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോകുന്നത്, ഈ ചാനൽ ആദ്യം കാണുന്നവർക്കറിയാം കുടുവിനെ. അപ്പോൾ കുടുവിൻ്റെ പിറന്നാളാണ്. അതുകൂടാതെ കുടുവിൻ്റെ അനിയത്തിൻ്റെ ചോറൂണ് കൂടെയാണ് ഗുരുവായൂര്. അങ്ങനെ ആരും വലിക്കില്ലേ കേട്ടോ. മാങ്ങ നിൽക്കുന്നത് കുടു ഏട്ടൻ്റെ അനിയൻ്റെ മകനാണ്. ഇപ്പോൾ അവിടേക്ക് ഒരു കുഞ്ഞനിയത്തി കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടേക്കാണ് പോകുന്നത്. ഈ വഴിയും ഈ സ്ഥലവും എല്ലാവർക്കും അധികവും ഈ നമ്മുടെ മലയാളികൾക്ക് അധികവും അറിയപ്പെടുന്ന കുറേ സിനിമകളെടുത്ത സ്ഥലമാണിത്. അതുകൂടാതെ ഈ സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഈ റൂട്ടിന് അതെന്താണെന്ന് ഞാൻ കുറച്ച് ഫോട്ടോ ആഡ് ചെയ്താൽ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതാണ് ചിങ്ങഞ്ചിറ. ഒരുപാട് സിനിമകൾ, മലയാള സിനിമകൾ എടുത്തിട്ടുണ്ട് ഇവിടെ. കളിയാട്ടം, അങ്ങനെ കുറേ സിനിമകൾ പേര് എനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഓർമ്മയില്ല. അതുപോലെ ഇതാണ് താമരപ്പാടം. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമുകളിൽ തിളങ്ങുന്ന സ്ഥലമാണിത്. താമരപ്പാടം എന്ന് പറയും. ആ സ്ഥലത്തിലേക്ക് പോകുന്ന വഴിയാണ് ഇത്. പക്ഷെ നമ്മളിപ്പോൾ അവിടേക്ക് പോകുന്നില്ല. ഇപ്പം നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് റോഡ് തിരിയുന്നുണ്ടല്ലോ, അതിലൂടെ പോയാലാണ് കുടുവിൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. പാലക്കാടിൻ്റെ ഭംഗി എന്താണെന്ന് കാണണമെങ്കിൽ ഉൾഗ്രാമങ്ങളിൽ വരണമെന്ന് മിക്ക വീഡിയോകളിലും ഞാൻ പറയാറുണ്ട്. അങ്ങനെ ഒരു സ്ഥലമാണ് ഇത്. ഇത് കണ്ടില്ലേ, ഒരു വീട്ടുകാർക്ക് മാത്രമായിട്ടൊരു കുളം. ഞങ്ങൾ എപ്പോഴും പോകുമ്പോൾ ഇത് ശ്രദ്ധിക്കാറുണ്ട്. ഇത്രയും വലിയ വീട്ടിൻ്റെ സൈഡിൽ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ട് അവർ ആ കുളത്തിലേക്ക് ഈവനിങ് സമയത്തൊക്കെ ഇരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഇവരുടെ മതിലിൽ ആ പൂക്കൾ കാണാനും നല്ല ഭംഗിയാണ്. ഇതാണ് കുടു. ഇതാണ് കുടുവിൻ്റെ ആദ്യം വീഡിയോ കുടുവിനറിയാം. പുതിയതായിട്ട് വന്നവർക്ക് അറിയില്ലല്ലോ. അവരുടെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഈ ടൗണിൽ ഇരിക്കുന്നവർക്കുണ്ടല്ലോ, ഈ നാട്ടിൻപുറത്ത് പോയി കാണുന്ന സമയത്ത് ഈ സീസൺ, ഈ വിഷുവിൻ്റെ സമയങ്ങളൊക്കെ നിറച്ച് മാങ്ങയായിരിക്കും. അത് കാണുന്നൊരു കൊതി തന്നെയാണ്. അത് ഈ ഫ്രഷായിട്ട് മാങ്ങ കാണുന്നത്. അപ്പോൾ അത് കണ്ടപ്പോഴെടുത്താണ്. ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്നത് രാത്രി 7 മണിക്ക് ശേഷമായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ഇരുട്ടായി. എന്നാലും അവിടെ ഫോട്ടോ വീഡിയോ ഒക്കെ മാങ്ങയൊക്കെ കാണുമ്പോൾ എല്ലാം കിട്ടി. അല്ല അച്ഛാ, എല്ലാം കിട്ടി. അല്ല കൊമ്പത്തിരി പൊക്കി പിടിച്ചാലേ படுத்துற நிமிஷம் தாங்க முடியலையே. தலை வலிக்குதா, தலை வலி. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടേ, ഇത് നമുക്കിന്ന് പോണ്ടേ? പൊട്ടില്ല, അത് ഒന്ന് മാത്രം പൊട്ടി.
അത് പറയും ഞങ്ങൾ ഗുരുവായൂർ ചോറുമാമ ഉണ്ണാൻ പറയും. പറയ് നിങ്ങൾ പറയ് ചോറുമാമ ഉണ്ണാൻ വന്നിരിക്കുന്നു, കാണാൻ വന്നിരിക്കാൻ പറയ്. അയ്യോ ഞങ്ങൾ ഗുരുവായൂർ കുടുവിൻ്റെ അനിയത്തിക്ക് ചോറ് കൊടുക്കാൻ വന്നിരിക്കുകയാണ്. അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല, പക്ഷെ ഇവിടെ എടുക്കാമല്ലോ. ഇവിടെ നിൽക്കടാ, നാലും പേരുണ്ട്. നല്ല നല്ല ഫോട്ടോസ്. നല്ല ചന്തമുണ്ട്. ഞങ്ങൾ താമസിച്ചത് ഹോട്ടലിൻ്റെ പേര് പാഞ്ചജന്യെന്നോ അങ്ങനെ എന്തോ ആണ് തോന്നുന്നു, എനിക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല. അങ്ങനെ എന്തോ ആണ് പേര്. പറയും ആണ്ടാ ഗുരുവായൂർ തന്നെ പോണ്ടത്. നോക്കിന്ന് പൂ പോലെ ഉണ്ട്. മാങ്ങയാണിതൊക്കെ. രാത്രി 11 മണിയെ കഴിഞ്ഞിട്ട് എനിക്കൊരു സെറ്റ് സാരി എടുക്കണമെന്ന് പറഞ്ഞിട്ട് വന്നതായിരുന്നു. ആ സമയത്ത് കൊടുങ്ങല്ലൂർ വരണി കഴിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ 12 മണിയെ ആ സമയമായെന്ന് തോന്നുന്നു. ആ സമയത്ത് അവർ ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. ട്രെയിൻ ഇറങ്ങിയപ്പോൾ കാണുന്ന തിരക്കാണിത്. ഈ നാളെ ഞങ്ങൾ എത്ര മണിക്ക് തൊഴുതിറങ്ങുമെന്ന് അറിയില്ല, അത്രയും തിരക്കുണ്ടായിരുന്നു. 12 മണിയാണ് ഗുരുവായൂരിൽ. എന്നാൽ കൊടുങ്ങല്ലൂർ ഭരണി കഴിഞ്ഞാൽ തിരക്ക് നോക്കും. നമ്മളിപ്പോ ഗുരുവായൂർ കുഞ്ഞാവിന് ചോറ് കൊടുക്കാൻ വന്നിരിക്കാണ്. കുഞ്ഞാവിന് ചോറ് കൊടുക്കാൻ വന്നാണ്. അങ്ങനെ മറന്ന കാണില്ല പറയും. എന്തിനാ വന്നിരിക്കുന്നത് കണ്ണാ? ചോറ് കൊടുക്കാവുന്നതാണ്. ആണോ കണ്ണാ? നോക്കട്ടെ, കുഞ്ഞിപ്പെണ്ണിന് ചോറ് കൊടുക്കാൻ പോവാണെന്ന്. ഗുരുവായൂരിൽ നമ്മ വന്നിരിക്കണേ. അപ്പൊ കണ്ണന്റെ പാട്ട് പാട്. കണ്ണന്റെ പാട്ട് പാട് കൂടൂ. ആമിക്കുട്ടി, നമ്മള് എവിടെയാ വന്നിരിക്കണേ? ഗുരുവായൂർ കണ്ണന് കാണാൻ പോവാണ്. ചോറ് ഉണ്ണാൻ പോവാണ് കുട്ടി. ചോറ് ഉണ്ണാൻ പോവാണ്. അവിടെ നോക്കട്ടെ. ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ ചിരിക്കില്ല. ഇതാണ് കുടു. ഹായ് പറയും. എന്നെ ഓർമ്മയുണ്ടോ? ഇപ്പൊ തന്നെ ഓർമ്മയുണ്ടാവും. ഇത് നടക്കാനൊന്നും ആയിട്ടില്ലെന്ന്.
ഹലോ, നിങ്ങൾ എന്താ കാട്ടണ്? ഓ നടക്കണാ? നടക്ക് അമ്മ, നടക്ക് അമ്മ, നടക്ക്. മറ്റ് വിശ്വാസികളെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. നേരെ നേരെ. എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ഗുരുവായൂർ പോയാൽ കുറച്ച് വീഡിയോ എടുക്കുക, പിന്നെ കണ്ണൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക, അങ്ങനെയുള്ളതെല്ലാം. പക്ഷേ ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നുണ്ട് ചില ആളുകൾ കാരണം നമ്മൾക്ക് ഇപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഈ അമ്മമാരെല്ലാം വീട്ടിലിരുന്നിട്ട് നമ്മളിരുന്ന് വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഈ കൃഷ്ണന്റെ അമ്പലം എങ്ങനെയുണ്ടെന്നൊന്നും ഇപ്പൊ അറിയില്ല. അവർ പണ്ടൊക്കെ സ്ഥിരമായിട്ട് പോണവരായിരിക്കും. പക്ഷെ കുറേ നാളുകൾക്ക് ശേഷം അവർ പോകാതിരിക്കുമ്പോൾ നമ്മളിടുന്ന വീഡിയോയിലൂടെയാണ് അവർ കാണുക. ഇപ്പൊ അങ്ങനെ വീഡിയോ ഒന്നും ഇടാതിരിക്കുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സങ്കടമുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊക്കെ പോയിട്ട് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നതല്ലേ. അതുകൊണ്ട് ഞാനും ഒരുപാട് എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ചില കാര്യങ്ങൾ അത് എന്താണോ നിയമം അത് അതിനനുസരിച്ച് തന്നെ ഇരിക്കണം. അപ്പോൾ ചിലർ ചെയ്ത പ്രവൃത്തി കാരണം ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് പോയി എന്താ പറയാ വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും ഒന്നും ഇല്ലാതായി. അതിൽ ഒരുപാട് സങ്കടമുണ്ട്. എന്നാലും ഞങ്ങൾ നന്നായിട്ട് കണ്ണനെ കണ്ട് തൊഴുതിറങ്ങി